ഗൈസ്, ഇതിനെ കാണുമ്പോ നല്ല തണുപ്പുള്ള പ്രതീതിയല്ലേ? നല്ല പൊരിഞ്ഞ വെയിലാണ് പുറത്ത്. അപ്പൊ ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ പാണ്ട. കുറെ നാളായി എന്നെ കണ്ടിട്ടെന്നറിയാം. പിന്നെ ഇടയ്ക്കൊക്കെ ഓർമ്മ പുതുക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ഞാൻ ആക്ച്വലി എന്റെ വൺ ഓഫ് ദ ഒരു വലിയൊരു ബക്കറ്റ് ലിസ്റ്റിലെ കാര്യം ഇതാക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലാസ്റ്റ് ഇയർ കാണണമെന്നുണ്ടായി, പക്ഷെ നടന്നില്ല. RCBന്റെ IPL ഒരു ഫൈനൽ കാണണം. അത് RCBന്റെ ഫാനാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് ഉള്ളത് ആകെ 2 ഫ്ലൈറ്റ് ഉള്ളത് ഭയങ്കര റേറ്റാണ്. പിന്നെ ട്രെയിൻ ആണെങ്കിലും ടിക്കറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെയും പോകണം എന്നുള്ള ഒരൊറ്റ മൈൻഡ് കേട്ടോ. ബസ്സാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ആക്ച്വലി. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ പൂനെയിലേക്ക് ഇനി ഒരു 50 കിലോമീറ്റർ അത്ര ഉള്ളൂ. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ ഈ ഒരു ബസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ബസ് റൂട്ടിൽ പെട്ടതാണ്. ഓക്കെ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ നോർത്ത് കർണാടക വഴി പിന്നെ പൂനെ മുംബൈ, മഹാരാഷ്ട്ര കയറി പൂനെ മുംബൈ സൂററ്റ്, അവിടെ നിന്നൊക്കെ ഗുജറാത്തിൽ അഹമ്മദാബാദ് വരെ ഏകദേശം 1600 കിലോമീറ്റർ, 33 മണിക്കൂർ ഏകദേശം ബസ്സിലിരിക്കണം. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ വ്ലോഗ് എടുക്കാനുള്ള കാര്യം ഓർത്തില്ല, ഇപ്പോഴാണ് ഇങ്ങനെ ഓർത്തത്. അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇച്ചിരി വെയിൽ പറഞ്ഞു. ഇപ്പൊ ബസ് വീണ്ടും എടുത്തു. അപ്പൊ ഞാൻ ആകെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്, കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു RCBന്റെ ഇതിന്റെ മാച്ച്. RCB ഏത് ടീം ആയിക്കോട്ടെ ഒരു ഫൈനൽ മാച്ച് ആണ്. ഇത്തവണ ഞാൻ ഏകദേശം 3 മാച്ച് ബാംഗ്ലൂർ കണ്ടു, പക്ഷെ ഫൈനൽ കാണണം. അതെന്റെ ഒരു അൾട്ടിമേറ്റ് ആഗ്രഹമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണെങ്കിലും ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് വന്നതാണ്. പിന്നെ പ്രതീക്ഷിച്ചത്ര കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് ഈ ഒരു സൈഡ് വെയിൽ വന്നത്. എനിക്ക് ആകെ ഒരു പേടിയുണ്ടായിരുന്നു ചപ്പിയിടാൻ മുട്ട വന്നായിരുന്നു. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാണ്ടിരിക്കട്ടെ. പിന്നെ മുള്ളാമുട്ടണേന് ഇടക്കിടക്ക് വണ്ടി നിർത്തി തന്നെ ഉണ്ട്. ഇതിപ്പോ ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ അഹമ്മദാബാദ് എത്തണം. അഹമ്മദാബാദിൽ നിന്ന് ആ ഗബ്രുവിനെ കണ്ടുപിടിക്കണം. ഞാൻ എത്തുമ്പോ അതായത് ഞാൻ ഇന്നലെ ഏകദേശം 10:30 ബസ്സിൽ കയറി. ഓക്കെ, 10:30 ബസ്സിൽ കയറി. ഇപ്പൊ ഏകദേശം 3:30. ഇന്ന് രാത്രി 3:30. ഇനിയും 12 മണിക്കൂർ ഏകദേശം ഉണ്ട്. പക്ഷെ എല്ലാ RCBക്കും വേണ്ടി പെമ്പിള്ളേര് പറയും ആമ്പിള്ളേര് ഒന്നിലും ലോയലല്ല എന്നൊക്കെ. പക്ഷെ ഞാൻ ഇത്ര ലോയലാണെന്ന് ആലോചിക്കേ. എനിക്ക് ഒരു ബോധമുള്ള പ്രായം എന്നൊക്കെ പറഞ്ഞ ക്രിക്കറ്റിനെ മനസ്സിലായി തുടങ്ങിയ 2011 കളിയൊക്കെ മനസ്സിലായി. അന്ന് തൊട്ട് ഇന്ന് വരെ RCB. ബസ്സിലൊരു സംഭവം ഇന്നുണ്ടായി. സംഭവം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കോയിൻസിഡൻസ് നോക്കണേ, ഇത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സായിരുന്നു. ഞാനിപ്പോ മഹാരാഷ്ട്രയിലെ എവിടെയാണ്ടൊക്കെയാണ്, സ്ഥലമൊന്നും എനിക്ക് അതാന്ന് പോലും അറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബസ് പോയിക്കൊണ്ടിരുന്ന ബസ്സിന്റെ പുറകിൽ വന്നിട്ട് ഒരു ലോറി ഇടിച്ചു. ഇതാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന ബസ്. ആ ലോറി KL32, അതായത് എന്റെ നാട് ചേർത്തലേന്ന് രജിസ്ട്രേഷൻ. എന്റെ നാട്ടിലെ വണ്ടി മഹാരാഷ്ട്രയിൽ വന്ന് ഞാൻ പോയ വണ്ടിയിൽ ഇടിച്ചേക്കണം. പ്രൗഡ് മൊമെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനിപ്പോ മഹാരാഷ്ട്രയിൽ എവിടെയെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് എന്റെ നാട്ടിൽ നിന്ന് എന്റെ രജിസ്ട്രേഷനിൽ നിന്ന് ഒരു വണ്ടി വന്നു, ഞാൻ പോയി വണ്ടി ഇടിച്ചു. ബസ് ആക്ച്വലി നിർത്തണയൊക്കെ നല്ല ഏരിയകളിലാണ്. ഫുള്ള് ഹോട്ടൽസ് ആണെങ്കിലും ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഫ്രഷ് ആയിരുന്നു. അത് വലിയ കുഴപ്പമില്ല. എനിക്ക് ടോയ്ലറ്റാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ നമ്മൾ പൂനെ മുംബൈ സെൻട്രൽ അതിൻ്റെ ഇവിടെ എങ്ങാണ്ടൊക്കെ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ട്രാവൽ തുടങ്ങിയിട്ട് 25-26 മണിക്കൂറെങ്കിലും അതിന്റെ കോലം. അയ്യോ, ഹൈദരാബാദി റൈസ് എന്ന് പറഞ്ഞിട്ട് ഇതായത് നല്ല പൊട്ട ഫുഡ്. പുറമേന്ന് അത്ര പച്ച ഒരു എസ്തെറ്റിക് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനലി അഹമ്മദാബാദ് എത്തി. ഏകദേശം രാവിലെ 7 മണി, 6:50 എത്തണത്. ഇവിടുന്ന് വീണ്ടും 16 കിലോമീറ്റർ എന്തോ ഉണ്ട്. 2 ദിവസമായി. ഏകദേശം 35-36 മണിക്കൂർ എടുത്തട്ടാ. അയ്യോ, ചത്ത് ഇല്ലാണ്ടായി. ഒരിക്കലും ബസ്സിൽ വരരുത് ആരും. നീ ഫോൺ എടുക്കണില്ല. ഞാനിവിടെ വന്ന് നോക്കി അഹമ്മദാബാദ് തെരുവിലൂടെ അലയുകയാണ്. ഒരു ഹോട്ടലിലേക്ക് പോയി. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ളത്
ബസ്സിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്. നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ച് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എങ്കിൽ ബസ്സിൽ കയറി എപ്പോഴും മുള്ളാനോ അല്ലെങ്കിൽ എപ്പോഴും അപ്പിടാനൊന്നും വിട്ടാത്ത ആൾക്കാരാണെങ്കിൽ മാത്രം ബസ്സിൽ വരിക. പിന്നെ കുറെ സമയം ജീവിതത്തിൽ പാഴാക്കാൻ ഉണ്ടാവണം. അയ്യോ 36 മണിക്കൂർ എന്റെ ജീവിതത്തിൽ വെറുതെ ഇരുന്ന് നോക്കി. അതാണ് ഉണ്ടായത്. ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല. പിന്നെ ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഗബ്രുവാണെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലവേദന മരുന്ന് കഴിച്ചിട്ട് കിടക്കണത്. എന്നിട്ട് ആദ്യത്തെ 20 കോളിലോ ഗബ്രു കോളെടുത്തില്ല. ഞാൻ ഓർത്തു പെട്ട് പണ്ടാരടങ്ങി. ഒരു കടയില്ലാത്തൊരു പട്ടിക്കാട് ഏരിയ, ഹിന്ദി അറിയണ്ടേ, തൊടാ മരുന്നാലും. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ വണ്ടി ഇരുന്നപ്പോ ഗബ്രു കോളെടുത്തു. അവര് സമാധാനം കിട്ടിയതുണ്ടല്ലോ, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ആദ്യം ഇറങ്ങിയ സ്ഥലം കണ്ടപ്പോഴേക്ക് ഞാൻ ഓർത്ത് അഹമ്മദാബാദ് ഇങ്ങനെ മറ്റേ മൊത്തത്തിൽ ഡെവലപ്ഡ് അല്ലേ എന്നൊക്കെ. പിന്നെയാണ് ഒരു കാര്യം മനസ്സിലായത്, ഏത് സിറ്റി ആണെങ്കിൽ 2 സൈഡുണ്ട്. ഒന്ന് പണക്കാരുടെ സൈഡും പാവപ്പെട്ട. A few moments later. Finally, right now I am in Taj. കൂട്ടത്തോട് പറഞ്ഞേ മറ്റാ വീണ്ടും കാട് കയറിയുന്നു. സോ ഹായ് ഗൈസ്, ഞാൻ ആക്ച്വലി രാവിലെ ഇവിടെ ഒരു ഏകദേശം 7:30 എത്തിയായിരുന്നു. പിന്നെ നേരെ റൂമിൽ പോയി ക്ഷീണിതനായി ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പൊ ഞാനും അതുകൊണ്ടാണ് ഹോട്ടലിലെ കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. ഇപ്പൊ ഞാനും ഗബ്രുവും കൂടി ഇപ്പൊ സമയം എത്ര ഗബ്രു 1:45 ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. ഇപ്പോഴേ സ്റ്റേഡിയത്തിൽ പോയിട്ടിരിക്കാനല്ല. ഇപ്പൊ RCB ഫാൻസ് കേരളയിൽ നിന്ന് കുറച്ച് എത്ര പേര് വരുന്നുണ്ട്? 30 മാച്ച് കാണാൻ വേണ്ടിട്ട് 30 പേര് വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അത് പക്ഷെ ഞാൻ എന്നെ കൂട്ടിയിട്ടില്ലാണ്ട് കേട്ടോ 30 പേര്. അപ്പൊ നമ്മള് സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. ക്യാബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രു ആണെങ്കിൽ ഇന്ന് ഫൈനൽ ആയതുകൊണ്ട് മാച്ചിന്റെ ടെൻഷനും എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗബ്രു ടെൻഷൻ ഉണ്ടോ മാച്ചിനെ പറ്റി ആലോചിച്ച്? അങ്ങനെ കേരളത്തിൽ നിന്ന് ഏകദേശം 30 പേര് വന്നിട്ടുണ്ട്. ഇത്രയും ലോങ്ങും RCBനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ട്രൂ RCB ഫാൻസ്. ഞാൻ അവരെന്തായാലും കാണിച്ചു തരും ഇതിനകത്ത്. മിക്കവാറും ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും ഇരിക്കണത്. ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ എന്തായാലും ഗബ്രു ഇപ്പൊ ഭയങ്കര ബിസി കാര്യങ്ങളിലാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് ഗബ്രുവിനെ അതിനകത്ത് ഇന്റർവ്യൂ ചെയ്ത് കോസ്റ്റ്യൂം ചെക്ക് നല്ല ഫീലുണ്ട്. ഏകദേശം 45 അത്ര എന്തോ ഡിഗ്രി ഉണ്ട് ഇവിടുത്തെ ചൂട്. അപ്പൊ എന്റെ കോസ്റ്റ്യൂം ചെക്കാണ്. എന്താണ് വയ്യേ വ്ളോഗ് എടുക്കാത്ത കൊണ്ടിട്ടുള്ള ഒരു ആരംഭത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ വ്ളോഗിൽ. അത് നിങ്ങൾ സഹിക്കണം. ഇല്ല അതുകൊണ്ടാണ്. ടുഡേ ഹൂ വിൽ വിൻ ഇൻ യുവർ ഒപ്പീനിയൻ? RCB ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സൂര്യവൻഷി സപ്പോർട്ട് ചെയ്യണ്ട. ഇൻസൈഡ് സപ്പോർട്ടൊക്കെ നമുക്ക് ഇവിടെ. ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പൊള്ളണ ചൂട്. അയ്യോ പൊള്ളി ഇതാവുകയാണ്. അമ്മാതിരി ചൂട്. ഞാൻ കാറിൽ ഇത്ര നേരം AC ഇരുന്നോണ്ടല്ല ഞാൻ ഇങ്ങനെ ഗബ്രോട് പറയുന്നത് വലിയ ചൂടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗബ്രോ പറയാം മഴയുള്ളതുകൊണ്ടാണത്. പുറത്താട്ടറയോ അയ്യോ ഇതിനകത്തൊക്കെ എങ്ങനെ പ്രാക്ടീസ് ആണ് ഗബ്രു? അയ്യോ നിങ്ങക്കിത് ഞങ്ങൾ അനുഭവിക്കണ ചൂട് മനസ്സിലാവില്ല പറഞ്ഞ അത്രക്ക് ചൂട്. ഇവിടെ ഏറ്റവും അതിശയിപ്പിക്കണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. പക്ഷെ ഞാൻ ഇതുവരെ ആകെ ഒറ്റൊരു ഗില്ലില്ല ഈ ഒരു ജേഴ്സി അല്ലാണ്ട് ഗുജറാത്തിന്റെ ഒരു വേറെ ഒരു ജേഴ്സി ആരും വിൽക്കണ കാണുന്നില്ല. പുള്ളി കംപ്ലീറ്റ് RCBന്റെ അല്ലേ. ഇപ്പൊ ചിന്നസ്വാമിയില് കളി നടക്കണ പോലെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ RCBന്റെ മാച്ച് കാണാൻ കേരളത്തിൽ നിന്ന് വന്ന വേറൊരു മലയാളി അരുൺ എന്നാണ് പുള്ളിയുടെ പേര്. ആ ഗ്രൂപ്പിൽ അരുൺ സൊള്ളി എന്ന് പറഞ്ഞല്ലേ സോളി. പിന്നെ ഇപ്പൊ ഈ ഗ്ലാസ് കണ്ടോ പൈസ ഒന്നും നോക്കിയില്ല 100 രൂപ. റിച്ച് സെറ്റപ്പ് അല്ലേ ബ്രോ? ഇടക്കിടങ്ങനെ പറയാൻ വേണ്ട വീഡിയോന്റെ ഇടയിൽ ഇടക്കിടക്ക് പറയണേ പൈസ. അപ്പൊ നമ്മള് ഇവിടെ ബാക്ക് ടു ഞാൻ ഇത്രയും ചൂട് പ്രതീക്ഷിച്ചില്ല. നിങ്ങള്
നമ്മുടെ നാട്ടില് ഭയങ്കര ചൂട് വരുമെന്ന്, പക്ഷെ നമ്മുടെ നാട്ടിലേലും ചൂടുണ്ടല്ലേ അല്ലേ? 45 ഡിഗ്രി. എന്റെ അമ്മോ, കുണ്ടി പൊള്ളിപ്പോ. എല്ലാം കഴിഞ്ഞപ്പോഴോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ആകെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. വിഷമല്ല, ഞാൻ ഗബ്രുവിന്റെ ജേഴ്സി ഉണ്ടെന്ന് ഓർത്തത്. ഗബ്രു എന്റെ ജേഴ്സി ഇരിപ്പുണ്ടെന്ന് ഓർത്ത്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയപ്പോ രണ്ടാളും മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നേരെ ടീമിന്റെ ഫാമിലി ബസ്സിലാണ് പോണത്. അപ്പൊ എനിക്കിനി ജേഴ്സി വാങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം RCB ഫൈനലിൽ കയറി കപ്പടിച്ചപ്പോഴേക്കും എനിക്ക് ഉണ്ടായിരുന്ന വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇനിയൊരു ഫൈനൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണുന്നത് RCB കപ്പടിക്കണം എന്നുള്ളത്. സോ അത് ഞാൻ അങ്ങനെ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചെന്നുള്ളൂ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ ഒരു ഫൈനലിൽ വരാൻ പറ്റുന്നു, അത് മാത്രമല്ല ഇത്രയും റേറ്റുള്ള 35,000 ടിക്കറ്റ് എനിക്ക് കിട്ടുമെന്നും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അതിലെനിക്ക് ഏറ്റവും താങ്ക്സ്ഫുൾ ആയിട്ടുള്ളത് ഗബ്രുവിൻ്റെ അടുത്ത് തന്നെയാണ് തീർച്ചയായും. മാത്രമല്ല ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് നോർമൽ ഒരു കാറിലോ യൂബറിലോ ഒന്നുമല്ല, RCBന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ തന്നെ അവരുടെ ബസ്സിലാണ് പോകുന്നത്. ഇതൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെയാണ് ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്തതല്ലേ നടക്കും. This is the ultimate view from here. These are some of the starters I ate before match. Okay, starters മാത്രം കഴിക്കുന്നത്. ഈ റോളുണ്ടല്ലോ വിഷയം. റോൾ ഉണ്ടാക്കിയത് ആരാണൊരു സമയം. നൈസ്. സാലഡും നല്ലുണ്ട്. ഇല്ലിന്റെ വിക്കറ്റ് ഫസ്റ്റിലെ പോയി. നൈസ്. മാച്ചിന്റെ അധികം സീനൊന്നും കാണിക്കാൻ പറ്റൂല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ടുണ്ടല്ലോ. മാക്സിമം നമ്മള് റിയാക്ഷൻ കാണിക്കാം. ഇത് ഗബ്രു പിന്നെ മറ്റേ പുള്ളിന്റെ പേര് എനിക്ക് അറിയില്ല. ഈ ബോൾ എന്തായിരിക്കും? വേമ്പറ വിക്കറ്റാണ്. പ്രഡിക്ഷനിൽ തീരെ പോരാ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മാച്ചിന് ആക്ച്വലി ജേഴ്സി ഇടാന്ന് ഓർത്തേച്ചേ. പക്ഷെ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ടീം ബസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എന്നെ ഇറങ്ങാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഷർട്ടെങ്കിലും എടുത്തിട്ടേനെ. അതാണ് ഇതിട്ട് വരേണ്ടി വന്നത്. ജാക്കറ്റ് എടുക്കുവോ? ചതിച്ചതാ എന്നെ, സത്യം കിട്ടും പട്ടി. ചൂടെടുത്തിട്ടുണ്ടോ? ഞാൻ പട്ടി അച്ഛാ ബഹുത്ത് അച്ഛാ. ഓ, ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സലക്കം കോൺഫിഡൻസ് നിസ്സാരം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. സോ ഗൈസ്, ഇതാണ് നമ്മൾ 35,000 രൂപ മുടക്കി കഴിഞ്ഞാലുള്ള പറയുന്നത് ഈ കാണുന്നതാണ്. പക്ഷെ കിഡിലോട്ട് ഫുൾ എന്റെ സൗണ്ട് കാണാൻ പറ്റും, സ്റ്റേഡിയത്തിന്റെ ഇത് കാണാൻ പറ്റും. നല്ലൊരു പൊസിഷനാണ്, എല്ലാം കാണാം. പിന്നെ പക്ഷെ ഈ 35 എന്ന് പറയണത് ഏറ്റവും കൂടിയതൊന്നുമല്ല. ഇതിന്റെ മേലെ ഏതൊക്കെ ഉണ്ട്? 50, 75, 1 25 അത്രയൊക്കെ പൈസ തന്നെ ഉണ്ട്. അതൊക്കെ മേടിക്കാൻ ആൾക്കാരും ഉണ്ട്. സോ നമ്മളപ്പോ ആലോചിക്കണം നമ്മളുടെയൊക്കെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തോരം താഴെയാണ്. കണ്ണും കണ്ണും
What? Just doing some random blog shit guy. Shit guy got 300k subscribers because he's a YouTuber. He's gamer and he's telling he's a vlogger. No, I'm born to be a vlogger. New vlogger. His idea is crazy. Punda gaming. No. പാണ്ട. ബ്രോ ഇങ്ങനെ ഈ അപരാധം ഇങ്ങനെ ആളുകളുടെ മുന്നിലൊക്കെ പറഞ്ഞ് നാണിക്കരുത്. எதுக்குடா இங்க வந்த ஏன்டா என்ன டென்ஷன் பண்ற ഇങ്ങനെ അപരാധം പറ. എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു പ്രാന്തനെ പോലെ ഇട്ടുണ്ട്. ചൂടെടുത്ത് പേർത്ത് തലയൊക്കെ കഴുകേണ്ടി വരും കേട്ടാ. ഇത് തുറന്നിട്ട് കുറച്ച്. യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. പഴക്കച്ചവടക്കാരനായ കൂടങ്കല്ല് കൊല്ലറങ്കോട് സ്വദേശി അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൾക്കാര് ക്ലീവേജ് കാണിക്കണം എന്ന് പറയും. ചൂടെടുക്കാണ്ട് കുറെ അയ്യോ നമ്മളെ തന്നെ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കണ്. നിങ്ങളിവിടെ വന്നിട്ട് പിഴകളാന്ന് ഓർക്കും. ഗൈസ് അങ്ങനെ ഇവിടെ മൂന്നാമത്തെ വിക്കറ്റും പോയിട്ടുണ്ട്. 55-3. ചൂട് പാർട്ട് കൂട്ടാണ്ടുണ്ട്. നമ്മള് ഇങ്ങനെ അകത്തൊരു AC റൂം ഉണ്ട് കേട്ടോ ആക്ച്വലി ഇവിടെ. എന്നാലും മാച്ച് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ TV ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇനി സ്റ്റേഡിയത്തിൽ വന്നിട്ട് TV-യിൽ കളി കാണണം എന്നൊരു മൂഡ് തന്നെയെന്ന് വിചാരിക്കും. നിങ്ങൾ അകത്ത് വന്ന് TV-യിൽ കളി കണ്ടോ? എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്റ്റേഡിയത്തിൽ നല്ല വാഷ്റൂം ഉണ്ടാവുമെന്നൊക്കെ. പോയി വാഷ്റൂം കാണിച്ചോട്ടോ. വാഷ്റൂം ഞാൻ പോയതാണ്. അത് അറ്റം വരെ പോണം. ബ്രോ ഈ റൂമിന്റെ അകത്ത് പ്രൈവറ്റ് വാഷ്റൂം ഇരിക്കണം നീ കണ്ടില്ലേ? അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. നോക്കിട്ടോ ഈ റൂം. സോ ഗൈസ് ഞാൻ സ്റ്റേഡിയത്തിലെ വാഷ്റൂം കാണിച്ചുതരാം. പ്രീമിയം സീറ്റിലെ വാഷ്റൂം ഇതായിരിക്കും. കണ്ടോ, ഒരു പൈപ്പ് ഹാൻഡ് വാഷ്. ഇതൊക്കെ എല്ലാം ഒറ്റക്കൈ കൊണ്ട് ചെയ്തിട്ട് വലിയ ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് കാണിച്ചു തരും. പിന്നെ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് വീഡിയോ കൊടുത്തിട്ടില്ല. ഞാനാണെങ്കിൽ ലോക്കും ചെയ്തിട്ടില്ല. സോ വാഷ്റൂം ഓക്കെ. തന്നെ ഇങ്ങനെ കുറെ ഡ്രിങ്ക്സ് ഉണ്ടാകും. വാട്ടർ ഇത് ഹറാം. അപ്പൊ ഇങ്ങനെയെല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇതിപ്പോ സംഭവം തീർന്നു പോയതാണ്. കുറെ കാരമൽ പോപ്കോൺ കാര്യങ്ങൾ ബഫേ തന്നെയാണ്. കുറെ ഫുഡുണ്ട്. അത് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു, പക്ഷെ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് ഇനി സെക്കൻഡ് ഹാഫ് പോകുമ്പോൾ കാണിച്ചു തരാം എന്തൊക്കെ ഫുഡ്. ഈ വട്ടത്തിൽ ഇത്രയും ഒരു ഏരിയയിൽ എത്ര ജനങ്ങളാണല്ലോ ഇരിക്കണത്? 1,30,000 പേരാണ്. വെറും ഒരു അംശം മാത്രമാണ് ഞാനും. ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാതിരിക്കുമ്പോഴാണ് അവളുടെ കുഞ്ഞമ്മയുടെ പിന്നെ എനിക്ക് കഴിച്ചിട്ടാണല്ലോ ഈ ജാക്കറ്റ്. ഇവിടെ ഇങ്ങനെയാണ് ചിയർ ഗേറ്റ്. ഇതൊക്കെ ഞാൻ മാത്രം ഇതൊക്കെ പറഞ്ഞു തരുള്ളൂ. ഇങ്ങനെയാണ് ചിയർ ഗേൾസ് ഡാൻസ് കളിക്കണേ. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,30,000 നിങ്ങൾ ഈ കാണുന്ന ഈ ചുറ്റും ഇരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയധികം ആളുകളാണ് ഈ ചെറിയൊരു ഇത്രയും ഇതിനകത്ത് അത്രയും ജനസാന്ദ്രത. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ലോകത്തിന്റെ സൗകര്യത്തിൽ ഒരു കുഞ്ഞായിട്ടുള്ള ഞാൻ പിന്നീട് ഈ ചർച്ചയിലേക്ക് വരാം. അവഞ്ചേഴ്സ് അസംബിൾ. യുദ്ധോ എന്താ സംഭവം? കളി കഴിഞ്ഞോ? ആരാന്ന് എന്താണ് ഞാനാക്കി തരാം വണ്ടിയിട്ട്. ലേറ്റ് എല്ലാം ഇട്ടടാ. ഏത് പെണ്ണല്ലതാണ് അതെന്താണ് ബ്രോൺ ഷോപ്പ് മേലേന്ന് എന്താ തന്നെ? ഓ എല്ലാരും വീട്ടിൽ
അടിക്കട്ടെ കാര്യങ്ങളൊക്കെ അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ വന്നത് കംപ്ലീറ്റ്ലി വെറുത്ത് ആ ഒരൊറ്റ സാധനം. സോ അത് കഴിഞ്ഞിട്ട് എടുത്ത ഫുഡ് ഇതാണ്. ഇതേപോലെ സ്വീറ്റ്സ് കാര്യങ്ങളുണ്ട്, പിന്നെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഫുഡും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ചീസ് കേക്ക്, പാസ്ത, റൈസ്, പിന്നെ ഇത് വെജിൻ്റെ സെക്ഷനാണ്, അപ്പുറത്ത് നോൺ വെജിൻ്റെ. എല്ലാം എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഫോണിൽ ചാർജ് ഇല്ല. വേറോട്ടാ റണ്ണ്. പക്ഷെ ഇവിടെ ഗബ്രു പോസ്റ്റ് ചെയ്യാനുള്ള പാട്ട് വരട്ടെ. സാധനമൊക്കെ റെഡിയാക്കി വെച്ചേക്കോ. അപ്പോ പുറത്തിറങ്ങിയ ചൂടാ, ഞാൻ എത്ര രസിയിരിക്കുമായിരുന്നു. ടീമിലെല്ലാവരും ഓടാനായിട്ട് റെഡിയാണ് കേട്ടോ. ഇവിടെ ഇവരും റെഡിയാണ്. ഞാനിങ്ങനെ കുറെ നേരം ഗബ്രുവിനെ കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. വീടിന് മാത്രം എന്റെ ഇടയിൽ കാണില്ല, അതൊരു ഇച്ചിരി ഉള്ളു, അതുകൊണ്ടാണ്. ഈ കപ്പ് മേടിക്കണ വീഡിയോ കാര്യങ്ങൾ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ ഫോൺ ഇപ്പോൾ ഓഫാവും. എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾ മാക്സിമം എടുത്തിട്ടുണ്ട്, ഇവിടേക്കാണ്. അപ്പൊ അതിന്റെ ക്ലിപ്പ് കാര്യങ്ങൾ ഗബ്രു ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. സോ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. ബിക്കോസ് ഐ റിയലി എൻജോയ്ഡ് ദിസ് വ്ലോഗ്. അതുകൊണ്ട് ഞാൻ ഉടനെ എഡിറ്റ് ചെയ്തത്. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.